ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇറഡ്യൂസിബിൾ പോളിനോമിയലിനെ പറ്റിയായിരുന്നു. നമ്മൾ കൂടാതെ അതിൻ്റെ ഇറഡ്യൂസിബിൾ പോളിനോമിയലിൻ്റെ ഡെഫിനിഷൻ കൂടാതെ നമ്മൾ ഒരു തിയറും നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ. സോ ഒരു പോളിനോമിയലിനെ നമ്മൾ എപ്പോഴാണ് ഇറഡ്യൂസിബിൾ പോളിനോമിയൽ എന്ന് പറയുക? ഒരു പോളിനോമിയലിനെ ഒരു ഇറഡ്യൂസിബിൾ പോളിനോമിയൽ ഓവർ എ ഫീൽഡ് എഫ് എന്ന് പറയണമെങ്കിൽ, അല്ലെങ്കിൽ ഇറഡ്യൂസിബിൾ പോളിനോമിയൽ ഇൻ എഫ് ഓഫ് എക്സ് എന്ന് പറയണമെങ്കിൽ, ആ പോളിനോമിയൽ എഫ് ഓഫ് എക്സിനെ നമുക്ക് പ്രൊഡക്റ്റ് ഓഫ് ടു ലോവർ ഡിഗ്രി പോളിനോമിയൽസ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റരുത് അല്ലേ. എഫിനേക്കാളും കുറഞ്ഞ ഡിഗ്രിയുള്ള രണ്ട് പോളിനോമിയൽസിൻ്റെ പ്രൊഡക്റ്റായിട്ട് നമുക്ക് എഫിനെ റിപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ആ എഫിനെ നമ്മളൊരു ഇറഡ്യൂസിബിൾ പോളിനോമിയലാണെന്ന് പറയും അല്ലേ. ആൻഡ് സോ ദിസ് ഈസ് ദ ഡെഫിനേഷൻ ഓഫ് എൻ ഇറഡ്യൂസിബിൾ പോളിനോമിയൽ. ഓക്കെ, ഇനി നമുക്ക് ഇറഡ്യൂസിബിൾ പോളിനോമിയലിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ദാറ്റ് ഈസ് ദ പോളിനോമിയൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ് പ്ലസ് 3x പ്ലസ് 2 ഈസ് ഇറഡ്യൂസിബിൾ ഇൻ സെറ്റ് 5 ഓഫ് എക്സ്. ഓക്കെ, ഈ സെറ്റ് 5 എന്ന് പറയുന്നത് എന്താണ്? സെറ്റ് 5 ഈക്വൽ ടു സെറ്റ് പി ആണ് അല്ലേ. 5 എന്ന് പറയുന്നത് ഒരു പ്രൈം നമ്പറാണ്. അതുകൊണ്ട് നമുക്കറിയാം എല്ലാ സെറ്റ് പികളും ഫീൽഡാണ്. അതായത് സെറ്റ് 5 എന്ന് പറയുന്നത് ഫീൽഡാണ്. ദിസ് ഈസ് അവർ എഫ് ഓഫ് എക്സ് വെർ എഫ് ഈസ് എ ഫീൽഡ്. സെറ്റ് 5 ഒരു ഫീൽഡാണ്. അപ്പോൾ ഈ പോളിനോമിയൽ റിങ്ങിനകത്ത് ഈ എഫ് ഓഫ് എക്സ് എന്ന പോളിനോമിയൽ ഇറഡ്യൂസിബിൾ പോളിനോമിയൽ ആണെന്നാണ് നമുക്ക് കാണിക്കേണ്ടത്. ഓക്കെ, നമുക്കൊരു റിസൾട്ട് ഉണ്ട്. അതായത് ഒരു പോളിനോമിയൽ റിംഗ് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സിനകത്ത് വെർ ദിസ് എഫ് ഈസ് എ ഫീൽഡ്. ഓക്കെ, അപ്പം ഈ ഒരു പോളിനോമിയൽ റിംഗ് ഈ എഫ് ഓഫ് എക്സിനകത്ത് ഒരു സെക്കൻഡ് ഡിഗ്രി അല്ലെങ്കിൽ ഒരു തേർഡ് ഡിഗ്രി പോളിനോമിയൽ ഇറഡ്യൂസിബിൾ ആണെന്ന് പറയണമെങ്കിൽ ഇറ്റ് ഈസ് ഇനഫ് ടു ഷോ ദാറ്റ് ഇറ്റ് ഹാസ് നോ സീറോസ് ഇൻ എഫ്. എഫിനകത്ത് ആ പോളിനോമിയലിന് സീറോസ് ഒന്നും ഇല്ലെന്ന് കാണിച്ചാൽ മതി. ഓക്കെ, that is a second or third degree polynomial is irreducible in capital F of x where f is a field if and only if it has no zeros in f. Okay, അപ്പോൾ ഇതെന്ന് പറയുന്നത് സെറ്റ് 5 ഒരു f ആണ്. സോ ദിസ് ഈസ് എഫ് ഓഫ് എക്സ് ആൻഡ് വി നീഡ് ടു ഷോ ദാറ്റ് ദിസ് പോളിനോമിയൽ എഫ് ഓഫ് എക്സ് ഈസ് ഇറഡ്യൂസിബിൾ ഇൻ ദിസ് എഫ് ഓഫ് എക്സ്. ഓക്കെ, അപ്പോൾ ഈ എഫ് ഓഫ് എക്സിനകത്ത് ഇറഡ്യൂസിബിൾ ആണെന്ന് കാണിക്കാൻ വേണ്ടി ഈ എഫിനകത്ത് ഈ സെറ്റ് 5-നകത്ത് ഇതിന് സീറോസ് ഒന്നും ഇല്ലയെന്ന് കാണിച്ചാൽ മതി. ഓക്കെ, ആൻഡ് സെറ്റ് 5 എലമെൻറ്റ്സ് ഏതാണ്? 0 1 2 3 4 ആണ്. അതായത് ഈ എലമെൻറ്റ്സ് ഒന്നും ഈ എഫിൻ്റെ സീറോസ് അല്ല എന്ന് കാണിച്ചാൽ മതി. ഓക്കെ, സോ വി ഫൈൻഡ് ദ ഫംഗ്ഷൻ വാല്യൂ അറ്റ് ഈച്ച് ഓഫ് ദിസ് പോയിൻറ്റ് 0 1 2 3 ആൻഡ് 4. സോ വി ഫസ്റ്റ് ഫൈൻഡ് എഫ് ഓഫ് 0. വാട്ട് ഈസ് എഫ് ഓഫ് 0? എഫ് ഓഫ് 0 ഈക്വൽ ടു 0 പ്ലസ് 0 പ്ലസ് 2 വിച്ച് ഈസ് ഈക്വൽ ടു 2. ആൻഡ് ദിസ് ഈസ് സെറ്റ് 5. ഇത് സെറ്റ് 5 ആണ്. അതുകൊണ്ട് തന്നെ നേരത്തെ ഓപ്പറേഷൻ എന്ന് പറയുന്നത് അഡിഷൻ മോഡുലോ 5 ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് we find f of 1. f of 1 equal to 1 cube plus 3 into 1 plus 2 which is equal to നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ 1 plus 3 4 4 plus 2 6. ഓക്കെ, ആൻഡ് 6 ഡിവൈഡ് ബൈ 5 എന്ന് പറയുന്നതിൻ്റെ 6-നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിമൈൻഡർ എന്ന് പറയുന്നത് 1 ആയിരിക്കും. സോ എഫ് ഓഫ് 1 ഈക്വൽ ടു 1. നെക്സ്റ്റ് എഫ് ഓഫ് 2. എഫ് ഓഫ് 2 ഈക്വൽ ടു 2 ക്യൂബ് പ്ലസ് 3 into 2 plus 2. സോ ദിസ് ഈസ് ഈക്വൽ ടു 8 പ്ലസ് 3 into 2 equal to 6 plus 2. That is 8 plus 6 equal to 14 and 14 plus 2 is equal to 16. Okay, then ഈ 16-നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ എന്ന് പറയുന്നത് 1 ആണ്. സോ എഫ് ഓഫ് 2 ഈക്വൽ ടു 1. ആൻഡ് സിമിലർലി വി ഗെറ്റ് എഫ് ഓഫ് 3 ഈക്വൽ ടു 3 ആൻഡ് എഫ് ഓഫ് 4 ഈക്വൽ ടു 3. ദാറ്റ് മീൻസ് നമ്മൾ ഈ സെറ്റ് 5-ലെ ഓരോ എലമെൻറ്റ് കൊടുക്കുമ്പോഴും നമുക്ക് കിട്ടുന്ന ഫംഗ്ഷൻ വാല്യൂ എന്ന് പറയുന്നത് 2 1 1 3 2 3 ഒക്കെയാണ് അല്ലേ. അതായത് ഇതിൽ 0 അല്ല കിട്ടുന്നത്. ദാറ്റ് മീൻസ് ദാറ്റ് ഈസ് എഫ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു 0 ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു സെറ്റ് 5. ദാറ്റ് മീൻസ് ദിസ് എഫ് ഹാസ് നോ സീറോസ് ഓവർ എഫ്. ഈ എഫിന് എന്ന് പറയുന്നത് ഈ സ്മോൾ ലെറ്റർ എഫിന് ക്യാപിറ്റൽ എഫിൽ സീറോസ് ഒന്നുമില്ല. ദെൻ ബൈ അവർ റിസൾട്ട് വി ക്യാൻ സേ ദാറ്റ് അവർ ഫംഗ്ഷൻ എഫ് ഈസ് ഇറഡ്യൂസിബിൾ ഇൻ സെറ്റ് 5 ഓഫ് എക്സ്. ഓക്കെ, നമുക്കറിയാം ഒരു എഫ് ഓഫ് എക്സിനകത്ത് വെർ എഫ് ഈസ് എ ഫീൽഡ്. എഫ് ഓഫ് എക്സിനകത്ത് ഇറഡ്യൂസിബിളായ എല്ലാ പോളിനോമിയൽസ് എന്ന് പറയുന്നത് മാക്സിമൽ ആയിരിക്കും. സോ ദിസ് എഫ് ഈസ് ഇറഡ്യൂസിബിൾ ഇൻ സെറ്റ് 5 ഓഫ് എക്സ് ഇംപ്ലീസ് എഫ് ഈസ് മാക്സിമൽ ഇൻ സെറ്റ് 5 ഓഫ് എക്സ്. ഓക്കെ, അതിൻ്റെ എഫ് എന്ന് പറയുന്നത് മാക്സിമൽ ആണെങ്കിൽ ദെൻ ദിസ് ഈസ് മാക്സിമൽ ഐഡിയൽ. ഈ എഫ് കൊണ്ട് ജനറേറ്റ് ചെയ്യുന്ന ഐഡിയൽ എന്ന് പറയുന്നത് ഒരു മാക്സിമൽ ഐഡിയൽ ആയിരിക്കും അല്ലേ. അപ്പോൾ ഒന്നുകൂടി നോക്കുക, ഈ എഫ് എന്ന് പറയുന്നത് ഇറഡ്യൂസിബിൾ ആണ്. അപ്പോൾ നമുക്കറിയാം ഇൻ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സിനകത്ത്
A polynomial f is irreducible if and only if the ideal generated by that f is a maximal ideal. ഈ എഫ് എന്ന് പറയുന്നത് ഇറഡ്യൂസിബിൾ ആണെങ്കിൽ ഈ എഫ് കൊണ്ട് ജനറേറ്റ് ചെയ്യുന്ന ഐഡിയൽ എന്ന് പറയുന്നത് മാക്സിമൽ ആയിരിക്കും. നമ്മളതിൻ്റെ തിയറും പ്രൂഫൊക്കെ പഠിച്ചതാണ്. സോ ദിസ് ഇംപ്ലൈസ് ദ ഐഡിയൽ എഫ് ഈസ് മാക്സിമൽ ഐഡിയൽ ഇൻ സെറ്റ് ഫൈ ഓഫ് എക്സ്. ഇത് മാക്സിമൽ ഐഡിയലാണ്. ആൻഡ് സെറ്റ് ഫൈ ഓഫ് എക്സ് എന്ന് പറയുന്നത് ഒരു കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റിയാണ്. ദെൻ വി ഓൾസോ നോ ദാറ്റ് ദിസ് set phi of x divided by x cube, the ideal x cube plus 3x plus 2 എന്ന് പറയുന്നത് ഒരു ഫീൽഡാണ്. കാരണം ഇതൊരു കമ്മ്യൂട്ടേറ്റീവ് റിംഗ് ആണ്, ഇതെന്ന് പറയുന്നത് ഒരു മാക്സിമൽ ഐഡിയലാണ്. അങ്ങനെയാണെങ്കിൽ ഈ കോഷ്യൻ റിംഗ് ഈ എക്സ് സെറ്റ് ഫൈ ഓഫ് എക്സ് ഡിവൈഡ് ബൈ ദ ഐഡിയൽ എക്സ് ക്യൂബ് പ്ലസ് 3x plus 2 എന്ന് പറയുന്നത് ഒരു ഫീൽഡായിരിക്കും. ഓക്കെ, ഇതാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട്. ഇനി നമ്മൾ ഇപ്പോൾ എന്ത് കാണിച്ചു? ഈ പോളിനോമിയൽ എന്ന് പറയുന്നത് സെറ്റ് ഫൈ ഓഫ് എക്സിനകത്ത് ഇറഡ്യൂസിബിൾ ആണെന്ന് കാണിച്ചു. ഓക്കെ, നൗ ഇനി നമുക്ക് ഉള്ളതൊരു തിയറമാണ്. ഇനി നമുക്ക് ആ തിയറം എന്താണെന്ന് നോക്കാം. ഓക്കെ, സോ ഇത് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. തിയറം 27.27. ലെറ്റ് പി ഓഫ് എക്സ് ബി ആൻ ഇറഡ്യൂസിബിൾ പോളിനോമിയൽ ഇൻ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ഇഫ് പി ഓഫ് എക്സ് ഡിവൈഡ്സ് ആർ ഓഫ് എക്സ് ഇൻറ്റു എസ് ഓഫ് എക്സ് for r of x comma s of x belongs to capital F of x, then either p of x divides r of x or p of x divides s of x. ഇതാണ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. ഓക്കെ, അതായത് എന്താണ് തന്നിരിക്കുന്നത്? ലെറ്റ് പി ഓഫ് എക്സ് ബി എൻ ഇറഡ്യൂസിബിൾ പോളിനോമിയൽ. പി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് എൻ ഇറഡ്യൂസിബിൾ പോളിനോമിയൽ ഇൻ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ആൻഡ് ഓൾസോ given that this polynomial p of x divides r of x into s of x. That is, p of x divides r of x into s of x. അങ്ങനെയാണെങ്കിൽ നമുക്ക് കാണിക്കേണ്ടത് either p of x divide r of x or p of x divides s of x. ഇതാണ് നമുക്ക് കാണിക്കേണ്ടത്. ഓക്കെ, now we have this p of x divides r of x into s of x. നമുക്ക് a divides some b ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ a എന്ന് പറയുന്നത് ബീൻ്റെ ഒരു ഫാക്ടറാണെന്ന് പറയാൻ പറ്റും അല്ലേ? അതായത് ഈ ബീനെ നമുക്ക് എ ഇൻറ്റു സം അനദർ എലമെൻറ്റ് സം സി വൺ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും അല്ലേ? അപ്പോൾ ഇവിടെ ഇഫ് പി ഓഫ് എക്സ് ഡിവൈഡ്സ് ആർ ഓഫ് എക്സ് ഇൻറ്റു എസ് ഓഫ് എക്സ് ആണെങ്കിൽ ദെൻ ദിസ് ഇംപ്ലൈസ് ആർ ഓഫ് എക്സ് ഇൻറ്റു എസ് ഓഫ് എക്സ് ഈക്വൽ ടു പി ഓഫ് എക്സ് ഇൻറ്റു സം ഫംഗ്ഷൻ സം ക്യൂ ഓഫ് എക്സ് ആയിരിക്കും അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതെന്ന് പറയുന്നത് പി ഓഫ് എക്സ് ഇൻറ്റു ക്യൂ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദിസ് ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് പി ഓഫ് എക്സ്. പി ഓഫ് എക്സിൻ്റെ ഒരു മൾട്ടിപ്പിളാണിത്. ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു ആർ ഓഫ് എക്സ് ഇൻറ്റു എസ് ഓഫ് എക്സ് വിച്ച് ഇംപ്ലൈസ് ദിസ് ആർ ഓഫ് എക്സ് ഇൻറ്റു എസ് ഓഫ് എക്സ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് പി ഓഫ് എക്സ്. ഇത് ഒരു പി ഓഫ് എക്സിൻ്റെ മൾട്ടിപ്പിളാണ്. ഇത് പി ഓഫ് എക്സിൻ്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ ദെൻ വി ഹാവ് ദിസ് ആർ ഓഫ് എക്സ് ഇൻറ്റു എസ് ഓഫ് എക്സ് ബിലോങ്സ് ടു ദ ഐഡിയൽ ജനറേറ്റഡ് ബൈ പി ഓഫ് എക്സ്. കാരണം the ideal generated by p of x consisting of the multiples of p of x. ഈ ഐഡിയലിലുള്ള എലമെൻറ്റ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? മൾട്ടിപ്പിൾ ഓഫ് പി ഓഫ് എക്സ് ആണ് അല്ലേ? ഇവിടെ ആർ ഓഫ് എക്സ് ഇൻറ്റു എസ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഒരു മൾട്ടിപ്പിൾ ഓഫ് പി ഓഫ് എക്സ് ആണ്. ദെർഫോർ ആർ ഓഫ് എക്സ് ഇൻറ്റു എസ് ഓഫ് എക്സ് ബിലോങ്സ് ടു ദ ഐഡിയൽ പി ഓഫ് എക്സ്. ഓക്കെ, നൗ എന്താ നമ്മുടെ പോളിനോമിയൽ പി ഓഫ് എക്സിൻ്റെ പ്രത്യേകത? പി ഓഫ് എക്സ് ഈസ് ആൻ ഇറഡ്യൂസിബിൾ പോളിനോമിയൽ ഇൻ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ്. ക്യാപിറ്റൽ എഫ് ഓഫ് എക്സിനകത്തുള്ള ഒരു ഇറഡ്യൂസിബിൾ പോളിനോമിയലാണ് പി ഓഫ് എക്സ് എന്ന് പറയുന്നത്. അങ്ങനെയാണ് നമുക്കൊരു റിസൾട്ട് ഉണ്ട്. ഇഫ് എഫ് ഈസ് എ ഫീൽഡ്, എഫ് ഒരു ഫീൽഡ് ആണെങ്കിൽ എഫ് ഓഫ് എക്സ് എന്ന പോളിനോമിയൽ റിങ്ങിനകത്ത് എ നോൺ കോൺസ്റ്റൻറ്റ് പോളിനോമിയൽ എഫ് ഓഫ് എക്സ് ഈസ് ഇറഡ്യൂസിബിൾ if and only if the ideal generated by that polynomial is a maximal ideal അല്ലേ? ഒരു ക്യാപിറ്റൽ എഫ് ഓഫ് എക്സിനകത്ത് പി ഓഫ് എക്സ് ഈസ് ഇറഡ്യൂസിബിൾ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ദ ഐഡിയൽ ജനറേറ്റഡ് ബൈ പി ഓഫ് എക്സ് ഈസ് മാക്സിമൽ ഐഡിയലാണ് അല്ലേ? അപ്പം ഇവിടെ പി ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇറഡ്യൂസിബിൾ പോളിനോമിയലാണ്. അതുകൊണ്ട് തന്നെ ഈ പി ഓഫ് എക്സ് ജനറേറ്റ് ചെയ്യുന്ന ഒരു ഐഡിയൽ എന്ന് പറയുന്നത് മാക്സിമൽ ഐഡിയൽ ആയിരിക്കും. ദാറ്റ് ഈസ് this ideal is an maximal ideal. Okay, which implies this p of x, ideal p of x is maximal ideal. Okay, and ഈ എഫ് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് വേർ എഫ് ഈസ് എ ഫീൽഡ് അല്ലേ? ആൻഡ് ദിസ് ഇസ് എ കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റി. ഇതെന്ന് പറയുന്ന ഒരു കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റിയാണ്.
നമുക്കറിയാം ഒരു കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റിനകത്ത് എല്ലാ മാക്സിമൽ ഐഡിയൽസും പ്രൈം ഐഡിയൽസ് ആയിരിക്കും അല്ലേ. ദെർഫോർ the ideal p of x is a maximal ideal in capital F of x implies this ideal p of x is also a prime ideal. This is prime ideal. Okay. And we have r of x into s of x belongs to the ideal p of x. And this ideal p of x is a prime ideal. So by the definition of a prime ideal, we have r of x into s of x belongs to the ideal p of x implies either, then r of x into s of x belongs to the ideal p of x implies either r of x belongs to the ideal p of x or s of x belongs to the ideal p of x. Okay. By definition of prime ideal. Okay. Now if r of x belongs to the ideal generated by p of x, r of x ആണ് ഈ ഐഡിയൽ ജനറേറ്റഡ് ബൈ പി ഓഫ് എക്സിനകത്തുള്ളതെങ്കിൽ ആർ ഓഫ് എക്സിൻ്റെ പ്രത്യേകത എന്താണ്? ആർ ഓഫ് എക്സ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് പി ഓഫ് എക്സ്. കാരണം ഈ ഐഡിയലിലുള്ള എലമെൻറ്റ്സ് ഒക്കെ മൾട്ടിപ്പിൾ ഓഫ് പി ഓഫ് എക്സ് ആയിരിക്കും. ആൻഡ് ഇഫ് ആർ ഓഫ് എക്സ് ബിലോങ്സ് ടു ദ ഐഡിയൽ ജനറേറ്റഡ് ബൈ പി ഓഫ് എക്സ്, ദിസ് ഇംപ്ലൈസ് ആർ ഓഫ് എക്സ് ഈസ് എ ആർ ഓഫ് എക്സ് എന്ന് പറയുന്നത് ഈ പി ഓഫ് എക്സിൻ്റെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും. ദാറ്റ് മീൻസ് പി ഓഫ് എക്സ് ഈസ് എ ഫാക്ടർ ഓഫ് ആർ ഓഫ് എക്സ് അല്ലേ. കാരണം ഇതുണ്ടെങ്കിൽ നമുക്ക് ഈ ആർ ഓഫ് എക്സ് ഈക്വൽ ടു സം പി ഓഫ് എക്സ് ഇൻറ്റു സം ഫംഗ്ഷൻ എച്ച് ഓഫ് എക്സ് ആയിരിക്കും അല്ലേ. ദാറ്റ് മീൻസ് ദിസ് പി ഓഫ് എക്സ് ഈസ് എ ഫാക്ടർ ഓഫ് ആർ ഓഫ് എക്സ് ആണ് അല്ലേ. ആർ ഓഫ് എക്സ് ഈക്വൽ ടു പി ഓഫ് എക്സ് ഇൻറ്റു എച്ച് ഓഫ് എക്സ് ഇംപ്ലീസ് ദിസ് പി ഓഫ് എക്സ് ഡിവൈഡ്സ് ആർ ഓഫ് എക്സ്. ഓക്കെ. ആൻഡ് എസ് ഓഫ് എക്സ് ബിലോങ്സ് ടു ദ ഐഡിയൽ ജനറേറ്റഡ് ബൈ പി ഓഫ് എക്സ് ഇംപ്ലീസ് this s of x equal to some multiple of p of x, that is p of x into some r of x, which implies p of x divides s of x. Okay. So if p of x is an irreducible polynomial in capital F of x such that p of x divides r of x into s of x, then either p of x divides r of x or p of x divides s of x. This is the proof.